Dear students, Plus 1 Computer Science Chapter 3 Components of the Computer System Part 1. We are familiar with computers and their uses in today's world. What is the definition of a computer? Computer can be defined as a fast electronic device. It is not only an electronic device that accepts data, processes it as per stored instructions and produce information as output. In this chapter, we can get an overview of a basic design of a computer system and about the different parts of the computer system. We know that computer has major two components, that are hardware and software, and the physical components are known as hardware and the software is a set of instructions. And also we discussed about we will discuss about data processing and functional units of a computer and some softwares. The first topic is data processing. What is a data processing? The process of converting data into information is called data processing. Then what is a data? Data are raw facts. For example, Ajay 17. That means Ajay has 17 years old. We can get an information. Ajay 17 is a data, and we convert that information into we convert that data into an information is called data processing. That means the process of converting data into information is called data processing. For data processing we have six stages. We have 6 stages. That stages are capturing data, input of data, storage of data, processing or manipulation, that means modification, and fifth one, output of the information, and the last one is distribution of the information. And ഒരു ഡയഗ്രം ഒക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വി ക്യാപ്ചർ ഡാറ്റ, ദെൻ ഇൻപുട്ട് ഡാറ്റ, ദെൻ പ്രോസസ്, ദെൻ ഔട്ട്പുട്ട്. പ്രോസസ്സിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റോറേജ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് വരുത്തണമെങ്കിൽ, ദാറ്റ് മീൻസ് മാനിപ്പുലേഷൻസ് മീൻസ് മോഡിഫിക്കേഷൻ, അതൊക്കെ നമ്മൾ പ്രോസസ്സിങ്ങിലാണ് ചെയ്യുക. ദെൻ ഔട്ട്പുട്ട് ഡാറ്റ ആൻഡ് നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഡാറ്റ. ഇതാണ് ഡാറ്റ പ്രോസസ്സിൻ്റെ 6 സ്റ്റേജസ്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്യാപ്ചറിങ് ഡാറ്റ. ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്ന വെച്ചാൽ എന്താ, നമുക്ക് ഡാറ്റ എന്താണെന്ന് ആദ്യം നമ്മൾ ആക്സസ് ചെയ്യണം, അതെന്താണെന്ന് നമ്മൾ കളക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ക്യാപ്ചറിങ് ഡാറ്റ. ഡാറ്റ മസ്റ്റ് ബി ക്യാപ്ചേർഡ് ബിഫോർ ഇറ്റ് പ്രോസസ്. നമ്മളൊരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡാറ്റ നമുക്ക് കിട്ടിയിരിക്കണം. എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അജയ് 17, അതിൽ കിട്ടുന്നതനുസരിച്ച് നമുക്ക് അതൊരു റോ ഫാക്ട്സ് ആണ്. അജയ് 17, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി യൂസർ നമുക്കത് മാറിക്കൊണ്ടേയിരിക്കും. മേ ബി ഒരാൾ കണക്കാക്കും അജയ് 17 years old, അല്ലെങ്കിൽ അജയ് 17 marks, ഹി ഗോട്ട് 17 marks, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഒരു റോ ഫാക്ട്സിനെയാണ് നമ്മൾ ഡാറ്റ പറയുക. അപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം, ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഡാറ്റ മസ്റ്റ് ബി ക്യാപ്ചേർഡ് ബിഫോർ ഇറ്റ് ഈസ് പ്രോസസ്, ആൻഡ് ദി സോഴ്സ് ഡോക്യുമെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ കളക്ടിങ് റിക്വയർഡ് ഡാറ്റ ആൻഡ് ഫാക്ട്സ്. ഒരു ഡോക്യുമെൻ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ആ ഡാറ്റ അല്ലെങ്കിൽ എന്താണോ ആ റോ ഫാക്ട്സ് അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. ഡാറ്റ കളക്ഷൻ, പ്രിപ്പയറിംഗ് ഹാർഡ് കോപ്പി, ഡാറ്റ കളക്ഷൻ ആർ വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദിസ് സ്റ്റേജ്. ഡാറ്റ കളക്ട് ചെയ്യണം, അതിൻ്റെ ഹാർഡ് കോപ്പി പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ ഡാറ്റ കളക്ഷൻ്റെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. ആൻഡ് ദി നെക്സ്റ്റ് ഈസ്, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ക്യാപ്ചറിങ് ഡാറ്റയാണ്. ഡാറ്റ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്തിരിക്കണം. ആ ഡാറ്റ കളക്ഷനിൽ ഹാർഡ് കോപ്പിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട, ഡാറ്റ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഹാർഡ് കോപ്പിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ക്യാപ്ചറിങ് ഡാറ്റയിലാണ് വരിക. ആൻഡ് ദി ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദെൻ അത് ഇൻപുട്ട് ചെയ്യും. സോ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഇൻപുട്ട് ഓഫ് ഡാറ്റ. വൺസ് ദി ഡാറ്റ ഹാസ് ബീൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി സോഴ്സ് ഡോക്യുമെന്റ്, ഇറ്റ് മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ്. നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ഇൻപുട്ട് കൊടുത്തിട്ട് ഡാറ്റ പ്രോസസ്സിങ് നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ പ്രോസസ്സ് ചെയ്യാം. നമുക്ക് പ്രോസസ്സ് എന്താ പ്രോസസ്സാണോ ആ ഡാറ്റ സ്റ്റോർഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ആ പ്രോസസ്സ് നമുക്ക് ചെയ്യാം. പ്രോസസ്സിംഗ് മീൻസ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ ദി കമ്പ്യൂട്ടർ ഈസ് പ്രോസസ്ഡ്. ദ വേരിയസ് ഓപ്പറേഷൻ ഇൻ പ്രോസസ്സിംഗ് ആർ മേ ബി ക്ലാസിഫിക്കേഷൻ, കമ്പാരിസൺ, ഫിൽറ്ററിങ്. എന്ത് പ്രോസസ്സാണോ ചെയ്യേണ്ടത് ആ പ്രോസസ്സ് നമുക്ക് യൂസിങ് കമ്പ്യൂട്ടർ നമുക്ക് ചെയ്യാം. ആൻഡ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ, ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ബിഫോർ പ്രോസസ്സിങ്.
നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്തത് എന്താണോ ഡാറ്റ, ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ദ ഡാറ്റ ഈസ് സ്റ്റോർഡ് ബിഫോർ processing. The stored data and information can be used for future purpose. നമ്മൾ എന്തിനാണ് ഈ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമുക്ക് ഫ്യൂച്ചറിലും എന്തെങ്കിലും പർപ്പസ് ഉണ്ടാകും. ആ ഫ്യൂച്ചർ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷനൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. Then next stage is output of the information. Output obtained from the data processing is displayed in suitable form. ഏത് ഫോമിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ള ഇൻപുട്ടിൻ്റെ പ്രോസസ്സിങ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ഒരു സ്യൂട്ടബിൾ ഫോമിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഔട്ട്പുട്ട് ഓഫ് ദി ഇൻഫർമേഷൻ. ആൻഡ് ഔട്ട്പുട്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. The information obtained through output device is distributed to the user. Information is needed for decision making. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ നമുക്ക് എന്തിനൊക്കെ വേണ്ടി വരും, എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാമിലൊക്കെ എന്താണ് നമുക്ക് ചെയ്യേണ്ട ആ പ്രോസസ്സിംഗ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഈ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു, ഫോർ എ ഡാറ്റ പ്രോസസ്സിംഗ് ദെയർ ആർ 6 സ്റ്റേജസ്. ദാറ്റ് ആർ ക്യാപ്ചറിംഗ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, then fourth one processing or manipulating, that means modification, and fifth one output of the information, and the last one is distribution of the information. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഡാറ്റ പ്രോസസ്സിങ്ങിൽ വേണ്ടി വരാം. അപ്പോൾ ഈ 6 സ്റ്റേജസ് എല്ലാവരും ഓർത്ത് വയ്ക്കുക, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് ദി നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ, ഫങ്ഷണൽ യൂണിറ്റ്സ്. നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ച കാലം തുടങ്ങിയ കേൾക്കുന്നതാണ്. വാട്ട് ആർ ദി ഫങ്ഷണൽ യൂണിറ്റ്സ്? എന്തൊക്കെയാണ്? ഫ്യൂ ഫങ്ഷണൽ യൂണിറ്റ്സ്. എ ഫ്യൂ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ യൂണിറ്റ് ആർ ഇൻപുട്ട് യൂണിറ്റ് ആൻഡ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ദാറ്റ് ഈസ് CPU, ആൻഡ് സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇപ്പോൾ ഈ 4 എണ്ണമാണ് നമുക്ക് ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഓരോ ഫങ്ഷണൽ യൂണിറ്റിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ടാണ് നമ്മൾ ഓരോ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈച്ച് ഓഫ് ദീസ് യൂണിറ്റ്സ് ആർ അസൈൻഡ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഓരോന്നിനും ഇൻപുട്ട് യൂണിറ്റിൻ്റെ എന്തായിരിക്കും, ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ദെൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് CPU, സ്റ്റോർ ചെയ്യാനായിട്ട് സ്റ്റോറേജ് യൂണിറ്റ്, ആൻഡ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് സ്റ്റോറേജ് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ്ങിന് വരുന്ന റിസൾട്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് യൂണിറ്റും യൂസ് ചെയ്യണം. അപ്പോൾ ഓരോ യൂണിറ്റിനും ഓരോന്നിൻ്റെതായ പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. ഈ ഒരു ഫിഗറൊക്കെ ഓർത്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞു, ഡാറ്റയും ഇൻസ്ട്രക്ഷനൊക്കെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നു, ദെൻ അതെന്താണോ പ്രോസസ്സ് ചെയ്യുന്നു, ദെൻ ആ പ്രോസസ്സ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു, പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിരിക്കണം, സ്റ്റോർ ചെയ്തിരിക്കണം പറഞ്ഞു. ദെൻ ലാസ്റ്റ് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നു. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിസ്ട്രിബ്യൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഓർഗനൈസേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ. ആൻഡ് നമുക്കിതിൽ ഓരോ യൂണിറ്റുകളും എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്താ? ഇൻപുട്ട് യൂണിറ്റ് ആ പേരിൽ നിന്ന് തന്നെ എല്ലാവർക്കും അറിയാം, ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലേക്കൊക്കെ നമുക്ക് കൊടുക്കുന്നത് ഇൻപുട്ടിൽ നിന്ന് തന്നെയാണ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്കൊരു ടാസ്ക് അല്ലെങ്കിൽ ആ പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ ഫസ്റ്റ് തന്നെ വരുന്ന എന്താണ്, ഇൻപുട്ട് യൂണിറ്റ്. ദ ഇൻപുട്ട് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് യൂണിറ്റ്. എല്ലാവർക്കും അറിയാം എന്തൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, അങ്ങനെ നിറയെ ഇൻപുട്ട് ഡിവൈസസ് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഇൻപുട്ട് യൂണിറ്റ് ആർ, ഫസ്റ്റ് വൺ, accept ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. ഇത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിലേക്കുള്ള ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. അത് ഇൻപുട്ട് ഡാറ്റയുടെ ഫസ്റ്റ് ഫംഗ്ഷനാണ്. ദെൻ ഈ കിട്ടിക്കഴിഞ്ഞ ഡാറ്റ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിലേക്ക് കമ്പ്യൂട്ടറിന് എന്താ മനസ്സിലാവുമല്ലോ, മെഷീൻ ലാംഗ്വേജ് ആണ്, ആ മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്. കൺവേർട്ട് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദി കമ്പ്യൂട്ടർ ആക്സെപ്റ്റബിൾ ഫോം. കമ്പ്യൂട്ടറിലേക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ആൻഡ് തേർഡ് വൺ, സപ്ലൈസ് ദ കൺവേർട്ടഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ പ്രോസസ്സിംഗ്. ആദ്യം ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആ ഡാറ്റ കമ്പ്യൂട്ടറിന് മനസ്സിലാകില്ല, അപ്പം മനസ്സിലാകണമെന്നില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യണം,
ആ ഡാറ്റ അല്ലെങ്കിൽ കിട്ടുന്ന ആ ഇൻപുട്ട് എന്താണ് അത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അത് സപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എ തേർഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് സപ്ലൈസ് കൺവേർട്ടഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫോർ പ്രോസസ്സിങ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റിൽ പഠിക്കുന്നത്. മെയിനായിട്ട് എന്തുതന്നെയാണ് ഇൻപുട്ട് യൂണിറ്റ് ഇസ് യൂസ്ഡ് ടു ഇൻപുട്ട് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ആൻഡ് ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, സ്കാനർ, ഇതെല്ലാമാണ് ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് CPU, ദാറ്റ് ഈസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ഈസ് CPU ആണ് നമ്മുടെ പ്രൊസസ്സറായിട്ട് വരുന്നത്. ദ CPU ഈസ് കോൾഡ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് പ്രൈമറി ഫംഗ്ഷൻ ഈസ് ടു എക്സിക്യൂട്ട് ദി പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് യൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഓൾസോ കൺട്രോൾസ് ദി ഓപ്പറേഷൻസ് ഓഫ് അനദർ കമ്പോണൻസ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ബാക്കിയുള്ള കമ്പോണൻസിൻ്റെ എല്ലാം ഓപ്പറേഷൻസും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് CPU ആണ്. അതുകൊണ്ട് തന്നെയാണ് CPU ഈസ് നോൺ ആസ് ദി ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. ആൻഡ് CPU എന്തൊക്കെ ഉണ്ടാവും? CPU കൺസിസ്റ്റ് ഓഫ് മെയിൻലി 3 components, that are ALU, CU, that means control unit and registers. ഇതൊക്കെയാണ് CPUവിൻ്റെ 3 components. ഏതൊക്കെയാണ്? ALU, that is arithmetic and logic unit, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഇനി ALU എന്താന്ന് നോക്കാം. ALU എന്താണെന്ന് നമ്മൾ പറഞ്ഞത് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇത് അരിത്മെറ്റിക് ആ വേർഡിൽ നിന്നാണ് നമുക്കറിയാം എന്തൊക്കെയാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യും. അതുപോലെ ലോജിക്, അതായത് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് കമ്പാരിസൺ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഈക്വൽ ടു, ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ, ഇതൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ALU ആണ്. അപ്പോൾ ALU പെർഫോം അരിത്മെറ്റിക്, ദാറ്റ് ഈസ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, ഇതൊക്കെയാണ്. ഇതും അതിനോടൊപ്പം തന്നെ ലോജിക് ഓപ്പറേഷൻസ്, ദാറ്റ് മീൻസ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അങ്ങനെയുള്ളതൊക്കെ കൂടെ പെർഫോം ചെയ്യാനാണ് നമ്മൾ ALU യൂസ് ചെയ്യുന്നത്. ALU കൺസിസ്റ്റ് ഓഫ് 2 യൂണിറ്റ്. ഇതെന്താണ്? ആ നെയിമിൽ നിന്ന് തന്നെ നമുക്കറിയാം അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. 2 യൂണിറ്റ് ആണ് വരുന്നത്, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇനി നെക്സ്റ്റ് ഈസ് കൺട്രോൾ യൂണിറ്റ്. CPUവിലെ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. ഫസ്റ്റ് കമ്പോണൻറ്റ് ALU, അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ടാണ്. ദെൻ നെക്സ്റ്റ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് CPUവിൻ്റെ രണ്ടാമതായിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഹാൻഡിൽസ് ഓൾ പ്രൊസസ്സർ കൺട്രോൾ സിഗ്നൽസ്. എല്ലാ പ്രോസസ്സേഴ്സും കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്നുള്ള വീടിൽ നിന്ന് തന്നെ അറിയാലോ, എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യണം. കൺട്രോൾ സിഗ്നൽസ് എല്ലാ പ്രോസസ്സറിൻ്റെ കൺട്രോൾ സിഗ്നൽസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റ്സ് ദി ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ. എല്ലാ ഒരു കമ്പ്യൂട്ടറിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതും എല്ലാം CU യൂസ് ചെയ്തിട്ടാണ്. കൺട്രോൾ യൂണിറ്റ് ആണ് നമ്മുടെ എല്ലാ ഓപ്പറേഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതും. ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഡസ് നോട്ട് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ്. എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ബട്ട് ഇറ്റ് ടെൽസ് അതർ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് പറയും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എക്സിക്യൂട്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ ന്യൂക്ലിയസ് ഓഫ് ദി മൈക്രോ പ്രൊസസ്സർ. മൈക്രോ പ്രൊസസ്സറിൻ്റെ ന്യൂക്ലിയസും എന്ത് തന്നെയാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് പ്രത്യേകം നോക്കുക. ഇറ്റ് ഡസ് നോട്ട് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ബട്ട് ഇറ്റ് ടെൽസ് അതേഴ്സ് വാട്ട് ടു ഡു. ബാക്കിയുള്ള കമ്പോണൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബാക്കി അതിൻ്റെ പെരിഫറൽ ഡിവൈസസിലൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം, ബട്ട് ഇറ്റ് ഡസ് നോട്ട് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ്. And next is, it is the nucleus of the microprocessor. And the third component of the functions of control unit are to read and interpret instruction. കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇൻറ്റർപ്രറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റീഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ദെൻ ആൻഡ് ഇറ്റ് കൺട്രോൾ ഫ്ലോ ഓഫ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നതും ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ടുള്ള CPUവിൻ്റെ കമ്പോണൻറ്റ് പറഞ്ഞതാണ് കൺട്രോൾ യൂണിറ്റ്. ആൻഡ് ഇറ്റ് ഹാൻഡിൽഡ് all the processes control signals and it regulate and integrate the operations of the computer, and it does not execute an instruction but tells other what to do, and it is known as the nucleus of the microprocessor. And it has 2 functions. First,
to read and interpret instruction, and second one to control the flow of data and instructions or information. And the third component of the CPU is registers. Registers എന്തിനാ യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡാറ്റ ടെമ്പററി യൂസിങ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റ ടെമ്പററി നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി നമ്പർ ആൻഡ് സൈസ് ഓഫ് ദി രജിസ്റ്റേഴ്സ് നമ്മൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. രജിസ്റ്റേഴ്സിൻ്റെ നമ്പറും സൈസും വേരി ചെയ്തുകൊണ്ട്. എന്തുകൊണ്ടാണ്? എക്സിക്യൂഷൻ്റെ ടൈമിനനുസരിച്ച് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ ടെമ്പററി ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ പ്രോഗ്രാമിനും ഡിഫറെൻറ്റ് ടൈപ്പായിട്ടായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമ്പർ ആൻഡ് സൈസ് ഓഫ് ദി രജിസ്റ്റേഴ്സ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. രജിസ്റ്റേഴ്സ് ആർ ഓഫൻ റിഫർഡ് ടു ആസ് CPU's വർക്കിംഗ് മെമ്മറി. രജിസ്റ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? CPU-ൻ്റെ വർക്കിംഗ് മെമ്മറി എന്നാണ് രജിസ്റ്റേഴ്സിനെ പറയുക. അപ്പം നമ്മൾ CPU എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ ആണ്. ഇറ്റ് ഹാസ് 3 components: ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ALU എന്തിനാ യൂസ് ചെയ്യുക? ടു പെർഫോം അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ്. കൺട്രോൾ യൂണിറ്റ് ഹാൻഡിൽ ഓൾ പ്രോസസ്സേഴ്സ് കൺട്രോൾ സിഗ്നൽ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ന്യൂക്ലിയസ് ഓഫ് ദി മൈക്രോ പ്രോസസ്സർ, ആൻഡ് ഇറ്റ് ഹാസ് ടു function to read and interpret instructions, and the second one is to control flow of data. And third component is register. Register is used to store the data temporarily during the execution of the program. Because of the execution of the temporary memory, its size and number may vary, and it is also known as the CPU's working memory. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ CPU-ൽ പഠിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് യൂണിറ്റ് ഈസ്, ഇപ്പോൾ നമ്മൾ 2 യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇൻപുട്ട് യൂണിറ്റ് ആൻഡ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആൻഡ് ദി തേർഡ് യൂണിറ്റ് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് അപ്പോൾ എന്തിനു തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്നതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എൻറ്റേർഡ് ഇൻ ടു ദി കമ്പ്യൂട്ടർ ത്രൂ ദി ഇൻപുട്ട് യൂണിറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദി സ്റ്റോറേജ് യൂണിറ്റ്. നമ്മൾ ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻപുട്ട് എന്താണോ ആ യൂണിറ്റ് യൂസ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഫോർ പ്രോസസ്സിംഗ്. നമ്മൾക്ക് റിസൾട്ടും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാനുള്ള എന്താണോ കൊടുക്കുന്ന റിസൾട്ട് അതും സ്റ്റോർ ചെയ്യുന്നത് സ്റ്റോറേജ് യൂണിറ്റിൽ തന്നെയാണ്. ആൻഡ് ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റോറേജ് യൂണിറ്റ് ആർ ടു സ്റ്റോർ. എന്തൊക്കെ സ്റ്റോറേജ് ചെയ്യും? ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസും ഇമ്മീഡിയറ്റ് റിസൾട്ടും ആൻഡ് ഫൈനൽ റിസൾട്ടും ഒക്കെയാണ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റിൽ മെയിനായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഒക്കെ എന്താണ്? ഈ 3 കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റോറേജ് യൂണിറ്റ് കംപ്രൈസസ് ഓഫ് 2 types ഓഫ് സ്റ്റോറേജ് ഇൻപുട്ട് സ്റ്റോറേജ് ടു ഔട്ട്പുട്ട് യൂണിറ്റ്. നമുക്ക് 2 ടൈപ്പിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് വരാറുണ്ട്. എന്തൊക്കെയാണ്? പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. അതിൽ പ്രൈമറി മെമ്മറിനാണ് നമ്മൾ എന്ത് പറയാം? മെയിൻ മെമ്മറി. ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2: RAM and ROM, that is random access memory and read only memory. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, എന്താണ് RAM, എന്താണ് ROM എന്നൊക്കെ ഉള്ളത്. ആൻഡ് ദി CPU ക്യാൻ ഡയറക്ട്ലി ആക്സസ് ദി മെയിൻ മെമ്മറി അറ്റ് വെരി ഹൈ സ്പീഡ്, ബട്ട് ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. CPU നിന്ന് ഡയറക്റ്റ് ആയിട്ട് മെയിൻ മെമ്മറിയിലേക്ക് ആക്സസ് ചെയ്യും അറ്റ് എ വെരി ഹൈ സ്പീഡ്, ആൻഡ് ഇറ്റ് ഹാസ് പക്ഷേ അതിനൊരു സ്റ്റോറേജ് കപ്പാസിറ്റി ലിമിറ്റഡ് ആണ്. And the second one is secondary memory or auxiliary memory or auxiliary storage. സെക്കൻഡറി മെമ്മറിയിൽ നമുക്ക് എത്ര സ്റ്റോർ ചെയ്യാൻ ഹ്യൂജ് കപ്പാസിറ്റിയാണ്. സെക്കൻഡറി മെമ്മറി ഹാസ് ഹ്യൂജ് കപ്പാസിറ്റി ആൻഡ് ഇറ്റ് സ്റ്റോറേജ് ഈസ് പെർമനൻറ്റ്. നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് പെർമനൻ്റ് ആയിട്ടാണ്. യൂഷ്വലി വി സ്റ്റോർ ഡാറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ സെക്കൻഡറി സ്റ്റോറേജ്, ബട്ട് വി ഹാവ് ടു ഇൻസ്ട്രക്ഷൻ എക്സ്പ്ലിസിറ്റ്ലി ഫോർ ദിസ്. നമുക്ക് പ്രൈമറി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ അങ്ങനെ ഒരു ഡാറ്റ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ സെക്കൻഡറി മെമ്മറിയിലേക്കാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ കൊടുത്തിരിക്കണം. വി ഹാവ് ടു ഇൻസ്ട്രക്ഷൻസ് എക്സ്പ്ലിസിറ്റ്ലി ഫോർ ദിസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ് സെക്കൻഡറി മെമ്മറിയുടെ? ഹാർഡ് ഡിസ്ക്, CD, DVD ഇതൊക്കെയാണ് സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾ. അപ്പോൾ സ്റ്റോറേജ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത് സ്റ്റോറേജ് യൂണിറ്റ് എന്തിനാണ്? നമുക്ക് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് സ്റ്റോറേജ് മെമ്മറി യൂസ് ചെയ്യുന്നത്. ആൻഡ് മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, അതുപോലെ ഇമ്മീഡിയറ്റ് റിസൾട്ട്, ഔട്ട്പുട്ട് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് സ്റ്റോറേജ് യൂണിറ്റിൻ്റെ
ഫംഗ്ഷൻ ആൻഡ് സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു റാം ആൻഡ് റോം. സെക്കൻഡറി മെമ്മറി എന്താണ്, പെർമനന്റ് മെമ്മറിയാണ്, ഹ്യൂജ് കപ്പാസിറ്റിയാണ്. പക്ഷേ പ്രൈമറിയിൽ ലിമിറ്റഡ് സ്റ്റോറേജേ ഉണ്ടാവുള്ളൂ. സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഹാർഡ് ഡിസ്ക്, CD, DVD. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഫോർത്ത് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്തിനാണ്, നമ്മൾ ഈ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സ് ചെയ്ത എല്ലാം ഒരു ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, നമ്മൾ മോണിറ്റർ, പ്രിന്റർ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് യൂണിറ്റ് ഈസ് ഡിസ്പ്ലേസ് ദ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ടു ദി ഔട്ട്സൈഡ് വേൾഡ്. And monitor, printer are commonly used for output devices, and the main functions of the output unit are receive the processed data from the CPU, converts the output into human readable form, supply the result to the user. നമ്മൾ പറഞ്ഞു ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ എന്ത് വേണം, കമ്പ്യൂട്ടറിനെ മനസ്സിലാകുന്ന രീതിയിൽ നിന്ന് അത് ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് ആക്കേണ്ടതൊക്കെ ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഫംഗ്ഷനാണ്. ആൻഡ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ CPU നിന്ന് റിസീവ് ചെയ്തിട്ട് പ്രോസസ്ഡ് ഡാറ്റയാക്കുന്നതും ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അതുപോലെ യൂസർക്ക് റിസൾട്ട് സപ്ലൈ ചെയ്യുന്നതും ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 യൂണിറ്റ് ഏതൊക്കെയാണ് ഫങ്ഷണൽ യൂണിറ്റ്സ്, ഇൻപുട്ട് യൂണിറ്റ്, ദെൻ കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ് ദാറ്റ് ഈസ് CPU, ആൻഡ് സ്റ്റോറേജ് യൂണിറ്റ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടറായിട്ട് പഠിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഹാർഡ്വെയർസ് ഉണ്ട്. ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഹോപ്പ് ഓൾ ദീസ് ടോപ്പിക്സ് ആർ ക്ലിയർ ടു യു. താങ്ക് യു സ്റ്റുഡൻസ്.